കണ്ടറിയേണ്ടതാണ്. ഇപ്പോഴത്തെ ഭ്രാന്തന്റെ ജനിതകം അടുത്ത തലമുറയിൽ ഇനി ആരായിട്ടായിരിക്കും വരുന്നത്? മനസ്സിലായില്ല. അവന്റെ സംഭ്രാന്തമായ ജനിതകത്തെ സമാധാനിപ്പിച്ച് ഹേതുവിപരീതം കൊണ്ട് മാറ്റി അവനെ പൂർണ്ണാരോഗ്യമുള്ളൊരു ജനിതകമാക്കി വിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളും സൗഭാഗ്യങ്ങളും കളയാൻ നാളെ അവൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ടെന്ന്. ഇത് ആരോഗ്യമില്ലാത്തൊരു സമൂഹത്തെയും പാരമ്പര്യത്തെയും നാളെ നിങ്ങൾക്ക് തരുമെന്ന്. ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ തീട്ടൂരവുമായി നടക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രം വരും തലമുറകളിലേക്ക് നീട്ടിവായിക്കാൻ കഴിവില്ലാത്തവൻ ശാസ്ത്രത്തിന്റെ കോട്ടണിയരുത്, ഊരിക്കളയണമെന്ന്. ഇവയാണ് ഭാവസംസിദ്ധ ലക്ഷണത്വാത് എന്നതിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. അപ്പൊ നമ്മള് ഈ സ്ഥൂലമായ ശരീരത്തില് അന്നമയ കോശത്തില് വീണ്ടും അതിനെ നമുക്ക് വിഭജിക്കാം. അന്നത്തിൽ നിന്നുണ്ടായ കോശം അന്നമയ കോശം. അച്ഛന്റെ ബോധമായിരുന്നു നാം. അച്ഛൻ കഴിച്ച അന്നം കൊണ്ട് ബോധം ശുക്ലധാതുവായി. അമ്മ കഴിച്ച അന്നം കൊണ്ട് അമ്മയുടെ രക്തമായി. അച്ഛനും അമ്മയും ചേർന്നപ്പോൾ സൈഗോട്ടായി. എ യൂണിസെല്ലുലർ ഓർഗാനിസം നോൺ ആസ് സൈഗോട്ട്. ആ സൈഗോട്ട് ബോധത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച അന്നമാണ്. അന്നം അതിന്റെ വാഹകനും ബോധം അതിനകത്തെ വാഹിയുമാണ്. അതിന് അന്നം പിന്നെയും കിട്ടിയാൽ കോശവിഭജനങ്ങളിലൂടെ കൈയും കാലും മൂക്കും നാക്കും തലയൊക്കെ വെച്ച് വരും. ആ അന്നങ്ങളിലെ ധാതുക്രമങ്ങൾ കുറഞ്ഞാൽ ചില അവയവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അമ്മ കഴിക്കുന്ന അന്നത്തിൽ നിന്നാണ് പിന്നീടുള്ള അതിന്റെ വികാസ പരിണാമങ്ങളുടെ മുഖ്യ തലം. അപ്പൊ അമ്മയ്ക്കൊരു പ്രതിബദ്ധതയുണ്ട്. നാളെ ഈ അന്നരൂപമായിരിക്കുന്ന ഭൂതത്തെ തന്റെ ഈ പെട്ടിയിൽ നിന്ന് പുറത്തേക്കിറക്കി വിടുമ്പോ ഈ ഭൂതം ലോകത്തിന് ഉപദ്രവകാരിയാകുന്ന രോഗമുള്ളതാവരുത്, ആരോഗ്യമുള്ളതാവണം. മറ്റൊരർത്ഥത്തിൽ ഇത് മനുഷ്യന്റെ 15 നിമിഷ നേരത്തേക്കുള്ള ഭോഗലാലസതയുടെ ബാക്കിപത്രമായി ഭൂമിയിൽ ഉണ്ടാവരുത്. അതിനപ്പുറം തന്റെ ജീവശക്തിയുടെ പരിണാമ ശൃംഖലയെ ഉൾക്കൊള്ളുന്ന പൂർണ്ണപ്രജ്ഞയുടെ പ്രതീകമായി ഭൂമിയിൽ ഉണ്ടാവണം. ഇതാ വിദ്യാഭ്യാസം. ഇത് കിട്ടിയിട്ടുണ്ടോ? ഇത് കിട്ടിയിട്ടുണ്ടോ നിങ്ങളമ്മമാർക്ക്? ഇല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചവര് നിങ്ങളും പോക്കാണ് എന്നേ ഉള്ളൂ. ഇതാ കിട്ടേണ്ടത്. ജന്മജന്മാന്തരങ്ങളുടെ ആരോഗ്യരംഗത്തേക്ക് സംഭാവന ചെയ്യാനുള്ള പൂർണ്ണപ്രജ്ഞയുടെ ഒരു പാരമ്പര്യത്തെയാണ് അവിടെ നട്ടുവെക്കുന്നത്. അത് വെറും കളിയായി, വെറും ചിരിയായി, വെറും തമാശയായി, വെറും ഭോഗമായി അധപ്പതിച്ചുകൂടാ. അപ്പൊ അന്നരൂപമായ ഈ അന്നമയം വളർന്ന് വികസിച്ച് എത്തുമ്പോ ആ അന്നമയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും രോഗങ്ങളും. അന്നമയം ഏതിലിരിക്കുന്നു? പ്രാണമയത്തിലിരിക്കുന്നു. അതുകൊണ്ട് പ്രാണമയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, 5 പേര് പറഞ്ഞു. എവിടെയൊക്കെ ഇവരിയ്ക്കുന്നത് സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. മുഖനാസികകളിലിരുന്ന് പ്രവർത്തിക്കുന്നവൻ പ്രാണൻ. നമ്മൾ എടുക്കുകയും നിലനിർത്തുകയും വിടുകയൊക്കെ ചെയ്യുന്നില്ലേ, അത് പ്രാണൻ, മുഖ്യൻ. മൂത്രപുരീഷാദികളെ പുറത്തേക്ക് തള്ളുന്നത് അപാനൻ. അപാനൻ മൃത്യുവാണെന്നാണ്.
എപ്പോഴെങ്കിലും മൂത്രപുരുഷാദികൾ പുറത്തു പോകത്തക്ക വിധത്തിൽ അപാനന് ശക്തി കുറഞ്ഞാൽ അത് മൃത്യുവിന്റെ വക്ത്രം തുറക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ നാട്ടുവൈദ്യന്മാരുടെ അടുക്ക ചെന്നാൽ ചോദിക്കും, ചെല്ലുമ്പോഴേ ആദ്യം ഒരു ചോദ്യം ചോദിക്കും. പഴയ MBBS ഡോക്ടർമാരുടെ അടുക്ക ചെന്നാൽ ചോദിക്കും, ശോധനയുണ്ടോ, മൂത്രം പോകുമെന്ന് ചോദിക്കും. വേഗങ്ങൾ കൃത്യമാണെങ്കിൽ പേടിക്കാനില്ല, ചികിത്സ തുടങ്ങാം. വേഗങ്ങൾ സ്തംഭിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വേഗം എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനെയും പുറത്തേക്ക് തള്ളുന്നത് ഈ വേഗങ്ങളിലൂടെയാണ്. മനസ്സിലായില്ലേ? ആ വേഗങ്ങളെ സമീചീനമായി കൊണ്ടുപോയാലേ ആരോഗ്യം ഉണ്ടാവും. ആനപ്പുറത്ത് കയറിയിരിക്കുമ്പോഴും ഒരു വേഗമുണ്ടായാൽ അതപ്പം ചെയ്തോണം, നിയന്ത്രിക്കരുത്. അത് ആരോഗ്യത്തെ ബാധിക്കും എന്നാ പ്രാചീനൻ പറയുക. നിങ്ങൾക്ക് പറ്റുമോ? ആരോഗ്യത്തിന്റെ ആദ്യത്തെ പടി തന്നെ നിങ്ങൾ തട്ടിക്കളഞ്ഞില്ലേ? 4 വയസ്സുള്ള കുഞ്ഞിനെ വേഗങ്ങളും അപാനനുമൊക്കെ ശരിയാകുന്നതിന് വേണ്ടിയാ പണ്ട് കാലത്ത് പാളയിലൊക്കെ അത് മൂത്രമൊഴിച്ചും അത് വിസർജിച്ചും ഒക്കെ അതിൽ മെഴുകിക്കിടക്കുമ്പോഴും അതിന് ഒരു സുഖമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ അകത്തുള്ള സാധനം പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയോ കൊണ്ടുപോകുമ്പോൾ അതിനൊരു സുഖമുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ നിങ്ങള്? രാവിലെ ഡപ്പർ കിട്ടും അല്ലേ? അങ്ങനല്ലേ എന്റെ പേര്? ഞാനത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നാടനായിട്ട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടിച്ചില്ല. എന്നാ പിന്നെ ഡയപ്പർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്കിഷ്ടം മറ്റേ പേരാണ് അല്ലേ? അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടാതായി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങളെ ജീവിക്കാനും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയെന്നാ തോന്നുന്നു. അപ്പോ ഇല്ലേ, നാപ്പി പാർട്സ് അങ്ങനെയല്ലേ പറയുന്നത്? അഡ്വർടൈസ്മെന്റ് കൊണ്ട് വളരെ ഗംഭീരമാണ്. അപ്പി പാർട്സ് എന്നാണ്, പക്ഷെ അത് പലപ്പോഴും അപ്പി പാർട്സ് ആണ്. ഇല്ല അങ്ങനല്ലേ? അങ്ങനല്ലേ ഇതിന്റെ പുതിയ പേര് അല്ലേ? അഡ്വർടൈസ്മെന്റ് ഒന്നും കാണാറില്ല. ടിവിയിൽ അഡ്വർടൈസ്മെന്റ് ഒന്നും കാണാറില്ല. അപ്പി പാർട്സ്, അതുകൊണ്ടല്ലേ നാപ്പി പാർട്സ്. കഴിഞ്ഞ് ഞാൻ ഒരു കോമായിട്ടൊന്നേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഇത് അപ്പി പാർട്സ് ആണ്. കാരണം ഇതിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുക കൊച്ച്, പാവം. ഏറ്റവും മൃദുലവും ഏതൊരു മസ്തിഷ്കത്തിന്റെ തന്നെ കല കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് അതുമാണ് കുഞ്ഞിന്റെ ത്വക്ക്. ചരകൻ ത്വക്കും മസ്തിഷ്കത്തിന്റെ കലകളും ഒരേ വർണ്ണവസ്തു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ഈ തുണിയൊക്കെ ഇതിനെ ഇടിയിച്ച് അതിന്റെ ഉള്ളിൽ ഈ വിസർജ്യ വസ്തുക്കൾ നിറഞ്ഞ് വൈകുന്നേരം വരെ അതും വെച്ച് കിടക്കുമ്പോൾ ആ വിസർജ്യ വസ്തുവുമായുള്ള അതിന്റെ ത്വക്കിന്റെ സ്പർശനത്തിലൂടെ മാറ്റമുണ്ടാകുന്നതിന്റെ മസ്തിഷ്കത്തിലാണ്. വളരും തോറും മാരക രോഗങ്ങളിലേക്ക് ഒരാവുന്നൊരു കുഞ്ഞ്. അച്ഛനും അമ്മയ്ക്കും നിത്യവും ആശുപത്രി കയറാൻ നിങ്ങൾക്ക് വരദാനമായി തന്ന പുതിയ വസ്ത്രധാരണ രീതികൾ. പൗരാണികന്റെ ഭാഷയിൽ ഈ കുഞ്ഞിനെ കമ്മോടിൽ പോലും ഇരുത്താൻ പാടില്ല. കാരണം അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോഴുള്ള ആ ചർമ്മം പ്രകാശം കാണാൻ തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞിന് പരിഭ്രമമുണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ ത്വക്കിൽ തന്നെ ഇരുന്ന്, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ത്വക്കിൽ തന്നെ ഇരുന്ന് വേണം വിസർജനം പോലും ചെയ്യാൻ. ആ ത്വക്കിന്റെ ചലനം അമ്മയുടെ വയറിന്റെ ചലനം പോലുള്ള ചലനമാകുമ്പോൾ കുഞ്ഞിന്റെ അപാനൻ പ്രവർത്തിക്കും. മനസ്സിലായില്ല? പഴയ അമ്മമാര് കാല് നീട്ടിവെച്ചതേ കയറ്റിയിരുത്തും, കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ആ കാലുമെല്ലാം ചലിപ്പിക്കുമ്പോൾ കുഞ്ഞ് കൃത്യമായി വിസർജിക്കും. അങ്ങനെ അപാനനെ പ്രവർത്തിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്റെ മൃത്യുവിന് ഹേതുവായിരിക്കുന്ന അപാനന്റെ ഗതി കൃത്യമാവുകയും അത് ശീലമാവുകയും ചെയ്യും. ഇപ്പൊ ജനിക്കുന്ന ഒരു കുഞ്ഞിനും അപാനൻ കീഴോട്ട് പ്രവർത്തിക്കുകയില്ല. അതിന് 1.5 വയസ്സിൽ തന്നെ ഗുളിക വെച്ചു കൊടുക്കുകയാണ്. 4 വയസ്സാകുമ്പോൾ ആ മസില് മുഴുവൻ പോവും. പ്രവർത്തിപ്പിക്കുന്ന ഈ മസില് മുഴുവൻ പോവും. പിന്നെ അവൻ എന്നും ഈ ഗുളിക വെച്ചാലേ പോവുള്ളൂ. ഗുളിക കഴിക്കുകയല്ല, വെച്ചാലേ പോവുള്ളൂ.
ആധുനിക മനുഷ്യന്റെ ശാപമാണ് ഇന്ന് ശോധനാസഹായികളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനൊരു കാരണം അവൻ ഇതിനോടുള്ള ഇന്നത്തെ സമീപനം. 2, അവന്റെ വ്യവസ്ഥയില്, അവന്റെ വിഹാര വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റം. പാശ്ചാത്യമായ ചുറ്റുപാടില് വളരെ തണുപ്പ് കൂടുതലാണ്. ആ തണുപ്പ് ദേശത്ത് അവനിരിക്കാനുള്ള സൗകര്യത്തിനൊക്കെ അവൻ പ്രത്യേകതരം ക്ലോസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറയുന്നത്. അങ്ങനല്ലേ? മറ്റുള്ളവർ വരുമ്പോ ആഡംബരത്തിന് വേണ്ടി നമ്മളും യൂറോപ്യൻ ക്ലോസറ്റ് വെക്കും. വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരാൾ കൊരണം എന്ന നിലയിൽ അല്ലാത്തത് കൊണ്ട് ഉള്ളിലുണ്ടാകുന്ന അറപ്പ് കാരണം അതേൽ ഇന്ത്യൻ ക്ലോസറ്റ് പോലെ കയറിയിരിക്കുന്നവനാ ഇന്ത്യക്കാരൻ. മനസ്സിലായില്ല? സ്വന്തം വീട്ടിലെ സ്വന്തം ഭാര്യയും പിള്ളേരും ഭർത്താവും കൂടെ ഉപയോഗിക്കുന്നതാണെങ്കിലും അതേൽ പൃഷ്ഠം മുട്ടിയിരിക്കാനുള്ള അറപ്പ് കാരണം അതേ കുന്തക്കാലെ കയറിയിരിക്കും. അങ്ങനെ ഇരിക്കാനായിരുന്നെങ്കിൽ മറ്റതങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? പോരാ. അപ്പൊ സായിപ്പാവില്ല. ഈ കറുത്തവൻ സായിപ്പാവുമ്പോ വരുന്ന ഒരു ഗതികേട് മനസ്സിലായില്ല? കാലിന്റെ നെരിയാണിയുടെ അടിയിൽ അല്പഭാഗം മാത്രം സ്പർശിച്ചുള്ള അവന്റെ ആ ഇരിപ്പിൽ നിന്ന്, മസിൽ പിടിച്ചുള്ള ഇരിപ്പിൽ നിന്ന് വായു മുകളിലോട്ടാവും. അപ്പൊ അപാനൻ താഴോട്ട് പോവില്ല. അപകടകരമായ ഒന്നാമത്തെ പോക്ക്. 2, വീട്ടിൽ ചെന്നിട്ട് ഇന്ന് പോലെ നോക്കുക, അടുക്കളയോട് ചേർന്ന് കാണും ഇങ്ങനൊരു ക്ലോസറ്റ്. വീട്ടിൽ ചെല്ലണം, നോക്കണം. അടുക്കള അതിനടുത്ത് തന്നെ കാണും ഇങ്ങനൊരു യൂറോപ്യൻ ക്ലോസറ്റ്. രാവിലെ കൃത്യം 7 മണിക്ക് വീട്ടിലുള്ളവരൊക്കെ കയറി ഇറങ്ങിപ്പോയാൽ പിന്നെ ആരും വരികയില്ലെന്ന് അറിയാവുന്ന ചില ആളുകളുണ്ട്. അവരാ ക്ലോസറ്റിന്റെ അടിയിലെ ഇടയിൽ അങ്ങനെ ജീവിക്കും, മുട്ടയൊക്കെ ഇട്ട് സുഖമായിട്ട്. മനസ്സിലായോന്നറിയില്ല. കൂറാന്ന് പറയല്ലേ, പാറ്റ. ഇവിടെ എന്ത് ഭാഷയാ പറയാ? പാറ്റ. അവനവിടെ കൂട്ടത്തോടെ ഉണ്ടാവും. അപ്പൊ ഈ വിസർജ്യ വസ്തുക്കളൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിലേക്ക് കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷൊന്നും കയറി ചെല്ലുകയില്ല. മനസ്സിലായോന്നറിയില്ല. അപ്പൊ അത് 4 വശത്തും ധരിക്കുന്ന ഭക്ഷണങ്ങളാ കേരളീയന്റെ ഭക്ഷണം. സായിപ്പിന്റെ ഭക്ഷണമല്ല. സായിപ്പിന്റെ വിസർജ്യ വസ്തുക്കളൊന്നും എല്ലായിടത്തേക്കും ധരിക്കുകയില്ല. കാരണം പക്കത്തെ ഊണല്ല ഉണ്ണുന്നത് സായിപ്പ്. മനസ്സിലായില്ല? അപ്പൊ സ്ലാഷ് ചെയ്ത് 4 ഭാഗത്തേക്കും പോയി ഇതിന്റെ ഇടയിലെല്ലാം കയറി അങ്ങ് ഉണങ്ങും. അപ്പൊ അതൊക്കെ നക്കി ജീവിക്കുന്ന ഈ പാറ്റ മെല്ലെ ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് മെല്ലെ പുറത്തോട്ടിറങ്ങും. വീട്ടിൽ ചെന്ന് നോക്കുക. ഞാൻ പറഞ്ഞത് അതിശയോക്തിയാണെങ്കിൽ നാളെ തന്നെ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. അവൻ പുറത്തോട്ടിറങ്ങി നേരെ ആ ക്ലോസറ്റ് ഇരിക്കുന്ന മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് ഒരു പാത ഉണ്ടാക്കിയിട്ടുണ്ട്. നിത്യം നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ആ പാത. വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ട് സീരിയൽ കാണാൻ പോരുമ്പോ ആ ആവി പൊക്കോട്ടെ എന്ന് വെച്ചൊരു തവിയും വെച്ച് മോളിൽ ഈ അടപ്പും വെച്ചിങ്ങി പോരുന്ന സമയമുണ്ടല്ലോ. അങ്ങനല്ലേ പതിവ്? അല്ലേ? ചോറിന്റെ ആവിയൊക്കെ പൊക്കോട്ടെ, വെള്ളം അതിലേക്ക് വീഴേണ്ട, അലുമിനിയം കലമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു തവി പൊക്കി വെച്ചിട്ട് അതിന്റെ പൊക്കത്തിലേക്ക് അടപ്പും കയറ്റി പൊക്കി വെച്ചേച്ച് പോരുന്ന സമയമില്ലേ? ഇല്ല. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഇവൻ പതുക്കെ ഇറങ്ങി അതിലെ ആ പാത വഴി വന്ന് ഈ ചോറെ നക്കും. മൃഷ്ടാന്നം നമ്മൾ കഴിക്കുകയും ചെയ്യും. ഇതിന്റെ സൈഡിലുള്ള അപകടം. ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് കൂടി വരുമ്പോ നമ്മളുണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ എത്രത്തോളം നമുക്ക് തന്നെ അപകടകരങ്ങളായിത്തീരുന്നുവെന്ന് വിഹാരവും ആഹാരവും ഒക്കെ അന്വേഷിച്ചാൽ പഠിക്കാം. ഞാൻ സൈഡ് റീലിൽ പറഞ്ഞതാണ്. മെയിൻ അല്ല. മെയിൻ നമുക്ക് മറ്റതാണ്. അപാനൻ. അത് ഈ ക്ലോസറ്റ് കൊണ്ടുണ്ടാവും. ഇനി ഈ ക്ലോസറ്റ് ബെഡ്റൂമില് അടുത്ത്, ഈ ക്ലോസറ്റ് തന്നെ അടുക്കളയ്ക്ക് അടുത്ത്. പണ്ടൊക്കെ കുറച്ച് അകലെയാവുമ്പോ ഈ അപാനൻ അടിച്ച് പുറത്തോട്ട് പോവാം. ഭേരിയും ദുന്ദുഭിയും ഒക്കെ ആയിട്ട്. അങ്ങനല്ലേ? അടുത്തൊരാൾ ഇരിക്കുമ്പോ അങ്ങനെ പോകാൻ പറ്റുമോ? പരിചയമുള്ള വീട്ടിൽ കയറി ചെന്ന് നേരെ ലാട്രിനിൽ കയറിയിരുന്നു. അവിടുത്തെ പൈപ്പ് ആകുന്നത്ര ഫോഴ്സിൽ ഓൺ ചെയ്ത് വിട്ടു. കാരണം ശബ്ദം വല്ലതും ഉണ്ടേ വെളിയിൽ കേൾക്കണ്ടെന്ന് വിചാരിച്ചു. അതിനായി ഓൺ ചെയ്തിടുന്നത്, അല്ല വെള്ളത്തിന് വേണ്ടിയൊന്നും അല്ല. അങ്ങനെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാലും ഈ ശബ്ദം വരുമ്പോഴത്തേക്ക് മറ്റവൻ കേൾക്കുമോ എന്ന പേടി കൊണ്ട് മസിൽ പിടിക്കും. അപാനൻ മുകളിലോട്ടാവും. ഉദാവർത്തം എന്ന രോഗമുണ്ടാവും. ഉദാവർത്തം. വായു മുകളിലോട്ടാവുക. അപ്പോഴാ അവിടെ മിന്നുന്നു, ഇവിടെ മിന്നുന്നു, അവിടെ വായു കോപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ ചിലര്. ഒരു പോക്ക് പോയേ ചിറങ്ങി വരുന്നതാ. രോഗാതുരമായൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ആധുനികന്റെ പരിഷ്കാരങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നു എന്ന് ഗവേഷണം ചെയ്താൽ അറ്റമില്ലാത്ത സത്യങ്ങൾ കണ്ടെത്താൻ കഴിയും.
മാനവ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പൗരാണികൻ ചെയ്തതൊക്കെ മോശമാണെന്ന് കണ്ടെത്തിയ പുത്തൻ തലമുറ കാണിച്ചു വെച്ചതൊക്കെ ഒരന്വേഷണത്തിനും അപഗ്രഥനത്തിനും വിധേയമാക്കിയാൽ പ്രയാസമുണ്ടല്ലേ? അപ്പൊ ഈ അപാനൻ ഇത് താഴോട്ട് പോകേണ്ടതാ. അപ്പൊ മൂത്രപുരീഷാദികളെ അതറിയാം, സ്വച്ഛന്തം പോയി ലാട്രിനിലിരിക്കുക, എന്നിട്ട് ഇത് തന്നെ താഴെ പോയി. നിങ്ങളോട് സഹകരിക്കാന്നാ തോന്നുന്നത്. അപ്പൊ എന്നിട്ട് നിങ്ങൾ നോക്കുക, ആ പൊക്കിളിന് ചുറ്റും, നാഭിക്ക് ചുറ്റും ഒരു വായു ചലിക്കുന്ന കാണാം. അത് മെല്ലെ ചലിച്ചു വരുമ്പോൾ ആ അപാനൻ അതിശക്തമായി താഴേക്ക് അതിന്റെ മർദ്ദം പ്രയോഗിക്കുമ്പോഴാണ് മൂത്രപുരീഷാദികളൊക്കെ പോകുന്നത്. ആ അപാനൻ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ തലമാണ്, വേഗങ്ങളെ മുഴുവൻ കൊണ്ടുപോകുന്ന. അപ്പം പ്രാണൻ, അപാനൻ. ഹൃത്പത്മത്തിൽ നിന്ന് 100 നാഡികളാ പോകുന്നത്. 101 നാഡികൾ ഹൃത്പത്മത്തിൽ നിന്ന്, അങ്കുഷ്ടമാത്രമായ ഹൃത്പത്മത്തിൽ നിന്ന്, ഒരു മുഷ്ടിയോളം വലിപ്പമുള്ള ഹൃദയാകാശത്തിൽ നിന്ന് 101 നാഡികൾ. ഇതൊക്കെ പഠിക്കാൻ എളുപ്പത്തിന് നമ്മുടെ ഭൂമിയുമൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കാം, അത് പിന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ തീർക്കാം. ആ 101 നാഡികൾക്കും 100 വീതം ശാഖാനാഡികളുണ്ട്. അപ്പൊ എത്രയായി? 101 ഗുണം 100 അവയ്ക്ക് ഓരോന്നിനും 72,000 പ്രതിശാഖാനാഡികളുണ്ട്, ഓരോന്നിനും. അപ്പൊ 101 ഗുണം 100 ഗുണം 72,000, അത്രയാകത്ത നാഡി. അതിലൂടെ ഞാൻ മുമ്പേ എന്ന് സഞ്ചരിക്കുന്നവനാണ് വ്യാനൻ. ഈ വ്യാനൻ സ്വച്ഛന്തം സഞ്ചരിച്ചില്ലെങ്കിൽ ജീവൻ ആ ഭാഗത്തുണ്ടാവില്ല. വ്യാനൻ കോപിച്ചാല് സമ്മർദ്ദം ഉണ്ടാവും, അപ്പോഴാ പ്രഷർ. വ്യാനൻ എവിടെ കോപിക്കുന്നോ അവിടെയാ പ്രഷർ. വ്യാനന്റെ കോപം കളഞ്ഞില്ലേ പ്രഷർ കുറയല. ഗുളികകൾ കഴിക്കുമ്പോൾ പ്രഷർ കുറയല്ല ഇന്ന്, മാനോമീറ്ററിൽ മാത്രം കുറയുന്നേ. വ്യാനന്റെ കോപമെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ തീരണം, പിന്നെ ഉണ്ടാവരുത്. അതിന് വ്യാനനെ ഉപചാരങ്ങൾ കൊണ്ട് ശമിക്കണം. അല്ലെ 10 കൊല്ലം കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ബ്രെയിൻ അടിക്കും. എപ്പോഴും അടിക്കാം, സൂക്ഷിച്ചിരിക്കണം. ഈ തലത്തില് വ്യാനൻ കോപിക്കുന്നതിന് കാരണമായിട്ടിരിക്കെ കഴിക്കുന്ന ഔഷധങ്ങൾ കഴിച്ച് താൽക്കാലികമായി വ്യാനനെ ശമിപ്പിച്ച് ജനിതക കലയിൽ മാറ്റം വരുത്തി അടുത്ത ജനിതകത്തിൽ ഇവൻ എത്തുമ്പോൾ പ്രഷറല്ല വരിക, അതിലും കൂടിയതാ വരിക. പഠിക്കണം. വ്യാനന്റെ കോപം. അപ്പൊ എത്രയെണ്ണം പഠിച്ചു? പ്രാണൻ, അപാനൻ, വ്യാനൻ. ചെവിക്ക് കേൾവി, അതിന് ആകാശം വേണം. അതിന് ആകാശത്തെ നൽകുന്ന ആഹാരം അവിടെ കൊണ്ട് കൊടുക്കണം. കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ആകാശധാതു ഉള്ളത്, അഗ്നിധാതു ഉള്ളത്, അതുപോലെ തന്നെ വായുധാതു ഉള്ളത്, അതുപോലെ തന്നെ ജലധാതു ഉള്ളത്, പൃഥ്വിധാതു ഉള്ളത്. അതിനെ കൃത്യമായി അറിഞ്ഞ് ഓരോന്നിനും വേണ്ടത് കൊടുക്കണം. നല്ലൊരമ്മയെ പോലെ. നല്ലൊരമ്മ ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കെല്ലാം തുല്യമായിട്ട് കൊടുക്കുന്നവളല്ല, അവൾ നല്ല അമ്മയല്ല. പഠിക്കുന്ന മകന് കൊടുക്കുന്ന ആഹാരവും ചക്രം ചവിട്ടാൻ പോകുന്ന മകന് കൊടുക്കുന്ന ആഹാരവും ഒന്നാവരുത്. പഠിക്കുന്ന മകന് വിഷയങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാവുന്നതും ഉറക്കം വരാത്തതും സ്വസ്ഥവുമായ ആഹാരം വേണം കൊടുക്കാൻ. അതേസമയം പണിയെടുക്കാൻ പോകുന്നവന് അവന്റെ തലത്തിലുള്ള ആഹാരം വേണം കൊടുക്കാൻ. അപ്പൊ ഈ ഓരോന്നിനും അറിഞ്ഞു കൊടുക്കുന്നവളാ ഉത്തമയായ അമ്മ. അതുപോലെ സമം ആനയിക്കുന്നവനാണ് സമാനൻ. സമം എന്നാൽ ഓരോ ഇന്ദ്രിയത്തിനും വേണ്ടത്, മസ്തിഷ്കത്തിന് വേണ്ടത്, മനസ്സിന്റെ വികാസത്തിന് വേണ്ടത്, അങ്ങനെ ഓരോന്നിനും വേണ്ടതിനെ വേർതിരിച്ചറിഞ്ഞ് ആ പചിച്ച ആഹാരത്തെ അതാത് തലങ്ങളിൽ കൃത്യമായി എത്തിക്കുന്നവൻ സമാനൻ എന്ന പ്രാണൻ. ഇപ്പൊ പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ. മൂലാധാരത്തിൽ നിന്ന് സുഷുപ്നയുടെ ഇരുപാർശ്വങ്ങളിലൂടെ ചന്ദ്രനാഡിയെന്നും സൂര്യനാഡിയെന്നും 2 നാഡികൾ പോരുന്നുണ്ട്, ഇടയെന്നും പിങ്കളയെന്നും.
ഒന്ന് അമൃതകലയെ വർഷിക്കുന്നതും ഒന്ന് വിഷകലയെ വർഷിക്കുന്നതും. രോഗവും ആരോഗ്യവും ഈ ശാന്തി കലകളോട് ബന്ധപ്പെട്ടതാണ്. അത് ആ നാഡികൾക്ക് നടുക്ക് സുഷുപ്നയിലൂടെ സോഹമെന്ന് ജപിച്ച് കടന്നുപോകുന്ന ഉദ്ഗാതാവായ പ്രാണനെ ഉദാനൻ എന്ന് വിളിക്കും. ഇങ്ങനെ 5 പ്രാണന്മാർ അവർ ചേർന്നുള്ള ശാരീരിക സാമൂഹികതയെ, അതിനുള്ളിലുള്ള സാമൂഹികതയെ പ്രാണമയകോശം എന്ന് പറയും. സോഹം നീര് ഉദാൻ, ആ ഉദാനൻ ഉദ്ഗാവ് സുഷുപ്നയുടെ ഉള്ളിലൂടെ കടന്നുപോകുന്നത് ഉദാനൻ. ആ ഉദാനൻ എപ്പോഴും ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്, സോഹം ഞാൻ തന്നെ. ഉദ്ഗാതാവായ ഉദാനൻ, ഉദ്ഗാനം ചെയ്യുന്നവൻ. ഓം ഇതേവ അക്ഷരം ഉദ്ഗീതം ഉപാസ്യേത. അപ്പോ പ്രാണൻ, അപാനൻ, ജ്ഞാനൻ, ഉദാനൻ, സമാൻ, ഇത്രയും പ്രാണമയം. അപ്പൊ അന്നമയ കോശം, പ്രാണമയ കോശം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അതിലെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും മാനസ പ്രത്യക്ഷ ലോകങ്ങളിലാവുമ്പോൾ മനോമയ കോശം, ബുദ്ധി പ്രത്യക്ഷ ലോകങ്ങളിലാവുമ്പോൾ വിജ്ഞാനമയ കോശം. അതിൽ ഭോഗവൃത്തിയിൽ ആനന്ദിക്കുമ്പോൾ ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശങ്ങൾ. അപ്പൊ ഇതിലെ സ്ഥൂല ശരീരമായിരിക്കുന്ന തലത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അധികവും കവച വികാരങ്ങളിൽ നിന്ന്, ആന്തരികമായി നടക്കുമ്പോൾ പൈത്തിക വികാരത്തിൽ നിന്ന്, കഫവികാരത്തിൽ നിന്ന് വികസിച്ചാണ് പൈത്തിക വികാരത്തിലെത്തുന്നത്. പൈത്തിക വികാരത്തിൽ നിന്ന് വികസിച്ചാണ് വാർവികാരത്തിലെത്തുന്നത്. വാർവികാരത്തിലെത്തുമ്പോൾ സ്ഥൂല ശരീരത്തിൽ ഉപചാരം പോരാ. 5 മണിയായി. ഇവിടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ പോയിട്ട് നല്ല വീടാം. സുഭദ്ര വേണമെന്നില്ലെന്നില്ല. ഏത് അന്നമയ പ്രണവമയം. അതായത് ഏത് രോഗം എടുത്താൽ ഉദാഹരണം കൊണ്ട് പറയാമല്ലോ. പ്രമേഹമായ രോഗം, രോഗത്തിൽ സർവ്വസാധാരണമായി കാണാറുണ്ട് പ്രമേഹം തന്നെ. പരിശീലനയുടെ പ്രമേഹമാണ്, നല്ലപോലെ മൂത്രമൊഴിയുക മാത്രം. വ്യായാമം വ്യത്യസ്തമുള്ളതായ 2 പദങ്ങളിൽ പ്രമേഹം ഭക്ഷ്യമാണെന്ന് തോന്നുന്നു. അതിനാണ് ഡയബറ്റീസ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അർത്ഥം ബഹുമൂത്രമാണെന്ന് മാത്രമേ ഉള്ളൂ. മൂത്രം കിട്ടാൻ പോയാൽ ബഹുമൂത്രയായി. അതേ അബ്ദുള്ള പ്രമേഹത്തിന്. അത് ആദ്യം ഉണ്ടാകുന്നത് ശരീരത്തിൽ ഒരു വിഷം കലർന്നുകൂടിയാണ്. വിഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ സാധാരണ വിഷമല്ല. ഓരോ ശരീരപ്രകൃതിക്കും പൂർവ്വവാസനകളാൽ പഥ്യമാകാത്ത വരുന്ന വിഷം. അതിനെ കുറിച്ച് കേട്ടും കണ്ടും സ്പർശിച്ചും ഒക്കെ അറിയുമ്പോൾ നമ്മളിൽ നിരന്തരമായി ഉണ്ടാകുന്ന ദ്വേഷമാണ് ആ വസ്തുവിനോട് നമ്മുടെ അകലമായി തീരുന്നതും ആ വസ്തുവാണ് നമ്മിൽ പ്രവർത്തിച്ച വിഷമായി തീരുന്നതും. ഒരാളിൽ വിഷമായിരിക്കുന്ന വസ്തു വേറൊരാളിൽ പ്രയോജനം ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ പല വസ്തുക്കളും നമ്മളുള്ളിൽ കടന്നുകൂടിയാൽ വിഷം പോലെ പ്രവർത്തിക്കും. അപ്പോൾ ശരീരത്തിന് ധർമ്മമുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഞ്ചയിച്ചു വെച്ച ജലത്തെ എടുത്ത് ആ വസ്തുവിനെ ലയിപ്പിച്ച് പുറത്തേക്ക് തള്ളുക. അങ്ങനെ തള്ളുമ്പോൾ വീണ്ടും ചെമ്പേടതോട് നമ്മുടെ ദാഹത്തിന് ഹേതുവായിരിക്കുന്ന ധമനികളും മറ്റും പ്രവർത്തനക്ഷമമാവുകയും ദാഹം ഉണ്ടാവുകയും വീണ്ടും വെള്ളം പിടിക്കുകയും ചെയ്യും. പിടിക്കുമ്പോൾ വീണ്ടും വീണ്ടും മൂത്രമൊഴിച്ച് സാധനം കളയാൻ ശ്രമിക്കും. അതനുസരിച്ച് നമ്മുടെ വൃക്കകൾ, ഈഗത്തും പൈൻക്രിയാസും അഗ്നാശയം, പൈൻക്രിയാസ്, എഗത്ത്, ലിവർ, വൃക്ക, കിഡ്നി ഇതൊക്കെ പ്രവർത്തനക്ഷമാവും. അപ്പൊ ഇങ്ങനെ ആദ്യം പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് അഭികാരമാണ് തുടക്കം. ആ സമയത്ത് അല്പം അല്ലാതെ പട്ടണത്തിൽ കാണിച്ചാൽ മതി എന്നേക്കുമായി യോഗം പോകും. അതിനൊന്നും ചിന്തയില്ല. അല്പം അല്ലാതോട് ഇരുന്നാൽ മതി യോഗം പോകും. നമ്മളെത്താവും പരിക്രമവും ഒക്കെ കാരണം ഓടിപ്പോയി പരിശോധിക്കും. അപ്പൊ അതിനകത്ത് ആൽമീൻ നിലപാടാണ് മൂത്തത്, അപ്പൊ ചിലപ്പോൾ അതിനകത്ത് സ്വരുകാണ് മൂത്തത്, ചിലപ്പോൾ അതിനകത്ത് ഫാത്തികാണ് മൂത്തത്. ഇങ്ങനെ പലതുണ്ടാവും. അത് വലിയൊരു അപകടമാണെന്നാണ് നമ്മൾ വിഷപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനവിടെ അറസ്റ്റ് ചെയ്യാനുള്ള ധരിക്കും. അപ്പൊ നേരത്തെ വിഷം പോകാനാവാതെ ശരീരത്തിൽ സംക്രമണം ചെയ്യും. അവൻ ആന്തരികമായ അവയവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതോടെ വാദവികാരത്തിൽ നിന്ന് പീത്തിക വികാരത്തിലേക്ക് നമ്മൾ പ്രമോഷൻ നേടിയും രോഗം. പൈത്തിക വികാരത്തിലേക്ക് മോശം വാങ്ങിക്കുമ്പോൾ ആഗ്നിയാശയം ദുർബലമാവും. ആഗ്നാശയം, ആഗ്നിധാതുള്ള ലോങ്ങർ ഹാൻസിന്റെ പ്രഷറായി അഥവാ സിന്ധങ്ങൾ, അന്തസിന്ധങ്ങൾ എന്നാണ് പറയാം. അവരുടെ പ്രവർത്തനം അംഗീകരിക്കുകയോ ആയുധ പ്രവർത്തനം ഉണ്ടാവുകയോ ആ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നത് പ്രയോജനയോ അല്ലാത്തതാവുകയോ ചെയ്യും. ഇപ്പൊ നമ്മൾ രക്തത്തിൽ പഞ്ചസാരമായി മധുമേഹം വീണ്ടും അവിടെയും തീരുമാനിക്കുകയാണ്. കുറച്ച് മര്യാദ പ്രശ്നം കഴിഞ്ഞാൽ അവിടെ കിടന്നോ, അങ്ങനെ കിടന്നോ പമ്പിക്കോ. ചാകം തീരുമാനിച്ചാൽ രക്ഷപ്പെടാൻ വഴിയുണ്ടാകും, രക്ഷപ്പെടില്ല. കാരണം ലോകത്തിലുള്ള എല്ലാ ഒരു വീട്ടിൽപ്പെട്ടാല് വീട്ടിൽ നിന്ന് വീടിന് അത്ര അവരും